കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു, നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള ആ ഒരു വ്യക്തി ഇപ്പോഴെന്താണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് വിവാഹം കഴിച്ചവർക്കും ഇനി ലവിലുള്ളവർക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു റീഡിംഗ് ആണ്. ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ റീഡിങ്ങിലേക്ക് പോകാം. നോ കോണ്ടാക്റ്റ് വ്യക്തിയിലുള്ള, നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മൾക്ക് കാർഡ് എടുക്കാം. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്, നിങ്ങൾ ഇതിലൂടെ കാണുന്നത്. അപ്പം ഞാൻ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി, പേഴ്സണൽ റീഡിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ നിലവിലത്തെ ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ ഫീലിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് തേർഡ് പാർട്ടി, ഞാൻ ഇന്നലെ പറഞ്ഞു, തേർഡ് പാർട്ടി അവർക്കായിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഇവിടെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി റിലേഷൻസിൽ അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് ആ ഒരു വ്യക്തി. അതായത് ഇപ്പോഴത്തെ തേർഡ് പാർട്ടി അവർ ഒരുപാട് രീതിയിൽ ബ്ലെയിം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയെ. ഒരുപാട് ആർഗ്യുമെൻറ്റ്സ്, അതായത് നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചൊരു വ്യക്തിയാണ്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു വ്യക്തി കാര്യങ്ങൾ വളച്ചൊടിച്ച് നിങ്ങളിൽ നിന്ന് അകന്നുപോയി തേർഡ് പാർട്ടിയുടെ കൂടെ പോയ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. അതായത് അവരുടെ ശാരീരിക സുഖത്തിനും അവരുടെ മാനസിക സുഖത്തിനും അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്കുമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അതായത് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു, അവർ മുള്ളിൽ തറച്ചൊരു 10 ഓഫ് ചത്ത അവസ്ഥയാണ്. തീർന്നു ആ ഒരു വ്യക്തി. ഒരു എണീക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. കർമ്മ എന്നത് അത്രത്തോളം ആ ഒരു വ്യക്തി ഇപ്പം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരുപാട് കള്ളത്തരങ്ങൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി. പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം ഫിസിക്കലായിട്ടാണെങ്കിലും മാനസിക അടുപ്പം. ഒരു വിവാഹം കഴിച്ചൊരു ഭാര്യ എന്നുള്ളൊരു പരിഗണന നിങ്ങൾക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലവർ എന്ന് പറയുന്ന ഒരു പരിഗണന തന്നിട്ടില്ല. അവർ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളൊരു പരിഗണന പോലും തരാതെ നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. ആ ഒരു വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്തൊക്കെയോ സ്വപ്നം കണ്ടാണ് പോയത് നിങ്ങളെ കളഞ്ഞിട്ട് തേർഡ് പാർട്ടിയുടെ പുറകെ. പക്ഷേ ഇപ്പോഴെന്താണ് അവസ്ഥ? ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും. അത്രത്തോളം ആ ഒരു വ്യക്തി ജീവിതത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ആ ഒരു വ്യക്തി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവർക്ക് പറ്റുന്നില്ല. അതായത് ചതിയിലൂടെ നിങ്ങളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ നേടിയെടുത്തൊരു തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി. എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൂടി നിൽക്കുന്ന ഒരു കാർഡ്സാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് മാജിക് ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റിലൂടെ നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിനെ തട്ടിയെടുത്തൊരു, അങ്ങനെയായിരിക്കും അവർ തട്ടിയെടുത്തിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എത്രത്തോളം റെസണേറ്റ് ആവണമെന്നറിയില്ല. അതുപോലെ ഒരു സെക്ഷൽ അഡിക്ഷൻ, ഒക്കെ വന്ന് പോയ ഒരു ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ ആ പോയ ബന്ധത്തിൽ ആ ഒരു വ്യക്തി അവസാനിച്ചതായിട്ടാണ് കാണുന്നത്. തീർന്നു ആ ഒരു വ്യക്തി. ആ വ്യക്തിക്ക് ഏൽക്കാൻ പോലും പറ്റുന്നില്ല.
അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ബന്ധം അവസാനിച്ചു, ഏതാണ്ട് തേർഡ് പാർട്ടി ബന്ധം അവസാനിച്ചതായിട്ടാണ് എനിക്ക് കാർഡുകളിൽ നിന്ന് മനസ്സിലായത്. അപ്പം നിങ്ങൾക്കൊരു നീതി കിട്ടുന്നുണ്ട്. അതായത് ആദ്യം അവർ നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് പോയി എറിഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചില്ല അവർക്കും ഇതുപോലെ ഒരു അവസ്ഥ വരുമെന്ന് അവർ ചിന്തിച്ചില്ല. ഇപ്പോൾ അവർ അത്രത്തോളം നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ 4 ഇരട്ടി അവർ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10 മടങ്ങ് അവർ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. ഒരു മനസമാധാനമായിട്ട് അവരൊന്ന് ഉറങ്ങിയിട്ട് നാളുകളായി. കർമ്മ തിരിച്ചടിക്കുന്നുണ്ട്. ഇതൊക്കെ കർമ്മയാണ്. അതായത് നിങ്ങളെ വിട്ട് മറ്റൊരാളിലേക്ക് പോയ ഒരു വ്യക്തിയുടെ അങ്ങനെയാണ്. അതായത് നമ്മൾ എത്രത്തോളം നിങ്ങൾ അത്രത്തോളം സത്യസന്ധമായിട്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നാൽ നിങ്ങൾക്ക് വേറൊരു വ്യക്തിയൊന്നും ഇല്ലായിരുന്നു, നിങ്ങളുടെ ജീവിതം ഇവരായിരുന്നായിരിക്കാം. നിങ്ങൾക്കും സുഖം തേടി പോകാമായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും സുഖം തേടി പോകാമായിരുന്നു, നിങ്ങൾക്കും പല വ്യക്തികളെ കിട്ടും. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്നെ താലി കെട്ടിയ ഭർത്താവ്, ഞാൻ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾ, അപ്പം ഞാൻ അങ്ങനെയല്ല, ഞാൻ അവരുടെ മാത്രമാണ് എന്നാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ അവരും അങ്ങനെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് പല ബന്ധങ്ങളുണ്ടായിരുന്നു, ഒരേ സമയത്ത് തന്നെ പല വ്യക്തികളുമായിട്ട് ബന്ധങ്ങൾ. പക്ഷെ ഇപ്പോഴവർ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളിലേക്കൊരു തിരിച്ചുവരവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം അത്രത്തോളം മാനസികമായിട്ട് പിരിമുറക്ക ആ ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ട്. നിങ്ങളിനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റുമോ, അല്ലെങ്കിൽ അവരെ അടുപ്പിക്കുമോ അവർക്ക് ടെൻഷനുണ്ട്. നിങ്ങൾ ഇനി അവരെ അടുപ്പിക്കുമോ? അവർക്ക് അത്രത്തോളം ഒരു ദുരിതങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. എന്തൊക്കെയോ കണ്ട് മുന്നോട്ട് പോയതാണ്. മിഥ്യാധാരണകളുടെ തകർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ചില അബദ്ധധാരണകൾ തകർന്ന് തരിപ്പണമാകുന്നുണ്ട്. ചീട്ടുകെട്ടാരങ്ങളൊക്കെ ഇടിഞ്ഞു വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. ചെന്ന് പെട്ടതൊരു കെണിയിലാണെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ കെണിയിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റുന്നതല്ല. അത്രത്തോളം ഒരു കെണിയിലാണ് അവർ പിടുത്തിയിരിക്കുന്നത്. അവർ ബ്ലാക്ക് മാജിക്കിൻ്റെ അങ്ങേയറ്റം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് ഇവരുടെ പണം മാത്രം മതി, ഫിസിക്കൽ ഇതും മതി, അവർക്ക് സ്നേഹമൊന്നും വേണ്ട. നിങ്ങളുടെ വ്യക്തി കാണാൻ കൊള്ളാവുന്നൊരു വ്യക്തിയാവാം, കാണാനൊക്കെ നല്ലൊരു വ്യക്തിയാവാം, അവർക്ക് അവരുടെ ഫിസിക്കൽ നീഡ്സും അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു വ്യക്തിയോട് മാനസികമായിട്ടുള്ളൊരു അടുപ്പമൊന്നുമില്ല. അവർക്ക് പണവും ശാരീരിക സുഖവും മാത്രം ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ചാൽ മതി, വേറൊന്നും അവർക്ക് വേണ്ട. അത് ആ ഒരു വ്യക്തിയെ തളർത്തുന്നുണ്ട്. അതായത് ഒരു ബന്ധത്തിലേക്ക് കിടക്കുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വേണ്ടേ, അതിവിടെ കാണുന്നില്ല. അത് ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ട്. തകർന്ന് തരിപ്പണമായി ആ ഒരു വ്യക്തി. നിങ്ങളിൽ നിന്നൊരു വിശ്വാസം, നിങ്ങളെ ഒരുപാട് കാര്യത്തിൽ കബളിപ്പിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം നിലവിലത്തെ ചിന്തകളെന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ അവർക്കുണ്ട്, പക്ഷേ അവരൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഊരി വരാൻ അവർക്ക് ഒരിക്കലും ഉടനെ സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പം നാട്ടുകാരൊക്കെ അറിഞ്ഞു ഇവരുടെ ബന്ധം, ഇവരുമായിട്ടുള്ള അടുപ്പമൊക്കെ നാട്ടുകാരറിഞ്ഞു. മൊത്തത്തിൽ നാണക്കേടായിട്ടിരിക്കുന്ന ഒരവസ്ഥ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥ. അത്രത്തോളം പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇന്നത്തെ അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അവരവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളായിരുന്നു ശരിയെന്നൊക്കെ, പക്ഷേ ഒരു തീരുമാനമെടുക്കാനൊന്നും അവർക്ക് പറ്റുന്നില്ല. അവരത്രത്തോളം കെണിയിൽ പെട്ട് കിടക്കുകയാണ്. തന്ത്രപൂർവ്വം വശത്താക്കി വെച്ചിരിക്കുകയാണ് തേർഡ് പാർട്ടി അവരെ. മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിങ്, ഇന്നത്തെ ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം.
അപ്പം എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.